ഹേ ഗൈസ്, ദിസ് ഈസ് സിൽസില വിത്ത് അവർ എൻ്റെ സൂപ്പർ ഫ്രഷ് ന്യൂ വീഡിയോ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോസ് ചെയ്യുന്നത്. എനിക്കറിയാം, പണ്ട് നമ്മൾ ഡെയിലി 5 മണിക്ക് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇനി തുടർന്നും ആ ഒരു പാറ്റേണിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെയിലി 5 മണി എന്നുള്ള 5 മണിക്ക് വീഡിയോസ് ഇടുന്ന ആ ഒരു രീതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു സെൽഫ് ഡേറ്റിംഗ് ആണ്. ഇത് നോർമലി ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര പുതുമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകാനും എന്താ പറയുക, എൻ്റെ തന്നെ കമ്പനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തത് അന്ന് നടന്നില്ല. വേറെ കുറേ പരിപാടീസുകളായിട്ട് ഞാൻ തന്നെ വാങ്ങി എനിക്ക് തന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് ഈ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഈ ഒരു ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ടീഷർട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഈ ജീനിന് പെയർ ചെയ്യുന്നില്ല, പകരം ഒരു ഡാർക്ക് ജീനിന് പെയർ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് പലരും നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, പലരും നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റുകൾ തരും, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ആ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എനിക്കറിയില്ല എത്രത്തോളം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇതൊന്ന് മാറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന്. ഞാൻ ഭയങ്കര പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഉള്ള ഒരു അവസ്ഥയാണ്. എന്നാലും കുറച്ചൊക്കെ പ്ലാൻസ് ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഡാർക്ക് ബ്ലൂ ജീനാണ് കേട്ടോ ഞാൻ ആ ടീഷർട്ട് പെയർ ചെയ്ത്, പിന്നെ ഒരു വൈറ്റ് ഷോളും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാനൊരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു ഷെയ്ഡും കൂടി വെച്ചിട്ട് പുതിയൊരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തതാണിത്. പൊതുവേ എൻ്റെ ലിപ്സ്റ്റിക്ക് എപ്പോഴും ഞാൻ 2 ഷെയ്ഡ് വെച്ചിട്ട് പുതിയ ഷെയ്ഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഷെയ്ഡ് പറയാത്തത്. ഇതിപ്പോൾ 2 ലിപ്സ്റ്റിക്കാണ്, ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാനൊരു വാച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ട് ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു കുട്ടി ട്രൈപോഡ് എടുത്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് മിററും അതുപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ക്യാഷ് വെക്കാനായിട്ട് ചെറിയൊരു കുട്ടി പേഴ്സും. ഓക്കെ, ഞാൻ മയോപ്പിയുടെ പെർഫ്യൂമും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. നൗ ലെറ്റ്സ് ഗോ. ഇപ്പം മഴയും വെയിലും ഒന്നുമില്ലാത്തൊരു അന്തരീക്ഷം കേട്ടോ പുറത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ആദ്യമായിട്ട് ലൈറയിലാണ് പോകുന്നത്. ലൈറ വരുന്നത് കോഴിക്കോട് ബ്രാഞ്ച് വരുന്നത് നടക്കാവ് പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം ലൈറയിൽ അടിപൊളി സർവീസാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സർവീസസും എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റാഫുകളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു തരിക. പിന്നെ ഞാൻ ഹെയർ സ്പായും പെഡിക്യൂറും എടുക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോംബോ ഓഫേഴ്സ് ഒക്കെ റണ്ണിങ് ആവാറുണ്ട്. ആദ്യം ചെയ്തത് ഹെയർ സ്പാ ആണ് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല, കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സെപ്പറേറ്റ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ലൈറയിൽ തന്നെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതിരുന്നത്. അപ്പോൾ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചെയ്തത് പെഡിക്യൂറാണ്. പെഡിക്യൂറിൽ ആദ്യം തന്നെ പെഡിക്യൂറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സാധനം ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറ്റാവുന്നതൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യം തന്നെ അവരൊരു ടൂൾ വെച്ചിട്ട് പിന്നെ നെയിൽസ് ഒന്ന് പോളിഷ് ചെയ്യാണ്. ഇത് ജംഷിത്ത ആണ് കേട്ടോ. ജംഷിത്ത അടിപൊളിയായിട്ട് ചെയ്തു തരുന്ന ഒരു സ്റ്റാഫാണ് ലൈറയുടെ. എല്ലാ സ്റ്റാഫും അടിപൊളിയാണ്. ജംഷിത്ത എനിക്ക് കുറേ സർവീസുകൾ ആളാണ് ചെയ്തു തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ നെയിൽസൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ചെയ്തത്. ഒരു ഹായ് പറയും. അതിനുശേഷം വെള്ളത്തിൻ്റെ ചൂടൊക്കെ പാകപ്പെടുത്തിയിട്ട് കാലതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതിൻ്റെ മുന്നേ എന്തൊക്കെയോ സാധനങ്ങൾ കാലിലിടുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ പിന്നെ ഇനി അടുത്ത തവണ പോകുമ്പോൾ എടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലേക്കാണ് കേട്ടോ കാലിറക്കി വെച്ചേക്കുന്നത്. ഒരു കാല് ഇപ്പോഴും ചൂടുവെള്ളത്തിലാണ്. ആ സമയത്ത് ഒരു കാലെടുത്തിട്ട് പിന്നെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവും. പിന്നെ ബ്രഷ് വെച്ച് ഉരക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ മറ്റേ കാലും അതേപോലെ തന്നെ വൃത്തിയാക്കിയിട്ടോ. അതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് കാലൊന്ന് സ്ക്രബ് ചെയ്യാണ്. നമ്മുടെ ഫേസൊക്കെ സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ കാല് നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്യുകയാണ്. ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ നല്ലൊരു മസാജ് തരുന്നുണ്ട് കേട്ടോ ഫിംഗേഴ്സിനൊക്കെ. അപ്പം നല്ലൊരു റിലാക്സേഷനാണ് നമ്മുടെ കാലിന് കിട്ടുക. നോർമലി ഞാൻ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പെഡിക്യൂർ ചെയ്യാറുണ്ട് കേട്ടോ കാലിൽ. ഈ ബ്രഷസ് എൻ്റെ കയ്യിലുണ്ട്, അതല്ലാണ്ട് പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് പെഡിക്യൂർ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഒന്ന് പാർലറിനും കൂടി ചെയ്യുന്നത് നന്നാവും തോന്നുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പെഡിക്യൂറിൻ്റെത് ഞാൻ ഒരു ദിവസം സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാല് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവസാനം ഒരു ക്രീമൊക്കെ ഇട്ടിട്ട് അവർ ചെറിയൊരു മസാജും കൂടി തന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക.
ഓക്കെ, അതിന് ശേഷം ഹെയർ സ്പാ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഹെയർ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. തലയിൽ ക്രീം ഇട്ട് വെച്ചിട്ടാണ് പെഡിക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഹെയർ വാഷും കൂടി ചെയ്ത് ഇപ്പം ഹെയർ ഡ്രൈ ചെയ്യാണ്. ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർലറിലെ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഞാൻ ഹെയർ സ്പാ ചെയ്തതിന് ശേഷം ജസ്റ്റ് മുടി പോണിറ്റെയിൽ കെട്ടിയത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് അഴിച്ചിട്ടു. ജസ്റ്റ് ഒരു ക്രാബ് മാത്രം കുത്തിവെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടീസിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്പായും പെഡിക്യൂറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിച്ചിട്ട് ഒരു മൂവിക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 2:30 കൈരളിയിൽ ഷോ ഉണ്ട് ബാലൻ. അപ്പം അതിന് പോകാമെന്ന് വിചാരിക്കുക. കുറേ ആയി ബാലന് പോകണമെന്നായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് തന്നെ കഴിക്കുന്നതുകൊണ്ട് ഇന്ന് നോർമൽ ചോറ് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളവിടെ അടുത്തൊരു സമുദ്ര ഹോട്ടലുണ്ട്, അവിടെ നിന്ന് പോയി നോക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് ഓർഡർ ചെയ്തിരിക്കുമ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയ സമയത്ത് അത്യാവശ്യം ടിക്കറ്റ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് സാവധാനം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, നല്ല വെയിലാണ്, നല്ല നട്ടപ്രം വെയിലാണ് ഗൈസ്. കൊടയൊക്കെ എടുത്ത് ചുരുട്ടി ബാഗിലിട്ടിട്ടുണ്ട്. ഗൈസ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. സമുദ്ര ഓപ്പൺ അല്ല. അപ്പോൾ ഞാനിവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ, വേറൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു, നല്ല ഫുഡാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കയറി അവിടുന്ന് ഫുഡ് അടിക്കുകയാണ്. നമുക്ക് ഷോ 2:30 ഇപ്പോൾ ഏകദേശം 1:55 ആയി, 2 മണി ആവാറായി. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കണം ഗൈസ്. അതിനുശേഷം വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. കൈരളിയിലെ 2:30 ഷോ ഇപ്പം ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പം കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഷോ ഒഴിവാക്കിയതാണോ ആളില്ലാഞ്ഞിട്ട്, ഇനി അല്ലെങ്കിൽ ബുക്കിംഗ് ക്ലോസ് ചെയ്താണോ എന്നറിയില്ല. ഞാൻ ആദ്യം കരുതി അവിടെ പോയി നോക്കാമെന്ന്, കാരണം ഒരുപാട് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കരുതി അവിടെ വരെ പോയിട്ട് ഇനി അഥവാ ഷോ ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വേറെ സ്ഥലത്ത് തപ്പി പോകണ്ടേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2:30 ഷോ ഉള്ള വേറെ ഏതെങ്കിലും തിയേറ്റർ നോക്കിയിട്ട് അതിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആശീർവാദിൽ 2:30 ഷോ ഉണ്ട്. അപ്പം ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശീർവാദിലെത്തി, അതായത് ആർക്കുമോളിലാണ്. ഇവിടെ 2:30 കാണിക്കുന്നുണ്ട് മൂവി, നമുക്ക് നോക്കാം. ഫൈനലി ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇവിടെ 2:30 ആണ്, ആൾ കുറവാണ്, പക്ഷെ എന്നാലും അവിടെ ഇടുമെന്നാണ് പറഞ്ഞത്. സോ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം 2:10 ആയിട്ടേ ഉള്ളൂ, 2:15 ആവുന്നേ ഉള്ളൂ. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറയുള്ള പബ്ലിക് ലൈബ്രറി ഉണ്ടല്ലോ, അവിടെ ഒന്ന് കയറി. അതിനുശേഷം ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിച്ചത്. നമ്മൾ പണ്ട് തൊട്ടേ ഞാനും ഉപ്പയും ഉമ്മയും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ പെരുന്നാക്കൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ വരുന്ന സമയത്ത് അധികം കയറിയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അത്, നമ്മുടെ SM സ്ട്രീറ്റിലുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇവിടുത്തെ ഈ കട്ട്ലേറ്റും ചായയൊക്കെ, കാരണം അന്ന് തൊട്ടേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാനങ്ങനെ അവിടുന്ന് വെജ് കട്ട്ലേറ്റും ചായയും കാപ്പിയാണ് കുടിച്ചത്. പിന്നെ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ കഴിച്ചത് മുഴുവൻ വെജിറ്റേറിയൻ ഐറ്റംസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് രസം ഉണ്ടായപ്പോൾ വീട്ടിലേക്കും കൂടി കുറച്ച് പാഴ്സൽ വാങ്ങിയിട്ട് പോവാണ്. അവിടെ നല്ല തിരക്കാണ് കേട്ടോ, SM ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ പോണ വഴിക്ക് കമ്മൽ കളക്ഷൻ കണ്ടപ്പം 2-3 കമ്മലും കൂടി വാങ്ങി. ഗൈസ്, ഫൈനലി ഞാൻ വീടെത്തി. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ചായ കുടിച്ചതിന് ശേഷം ബസ് കയറി വീട്ടിലെത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നല്ല നല്ല കണ്ടൻസ്, ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് സാധനങ്ങളാണ് നമ്മുടെ ചാനലിൽ വരിക, നിങ്ങൾക്ക് അറിയാം. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കണ്ടൻസ് ഇഷ്ടമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, പിന്നെ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ബൈ പറയാണ്, തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ബൈ പറയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണണം. ഓക്കെ, ബൈ ബൈ.